അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ഷിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ പലവിധ തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടം അവർ ഷിയാക്കളോടും റാഫിലികളോടും എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം പലരും ചോദിക്കാറുണ്ട്. ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതപണ്ഡിതന്മാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമാണ് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ മുൻ മതകാര്യമന്ത്രിയും ലോകപ്രശസ്ത പണ്ഡിതനുമായ ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഹഫ്ളഹുല്ല അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി അക്കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെയും രചനകളിലെയും വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി ചോദ്യോത്തര രൂപത്തിൽ സമാഹരിക്കപ്പെട്ട ഒരു പ്രധാന ഗ്രന്ഥമാണ് അൽ അജ്വിബത്തു വൽ ബുഹൂസ് വൽ മുദാറസാത്തുൽ മുസ്തമിലത്തു അലൈഹ അദ്ദുറൂസുൽ ഇൽമിയ. ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രചിച്ച അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥത്തിന് ശർഹ് നൽകുമ്പോൾ ആ വിശദീകരണത്തിനിടയിൽ ഷിയാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യവും അതിന് ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് നൽകിയ മറുപടിയും ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കൃത്യമായി സൗദി അറേബ്യ എന്ന രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലപാടും എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും ഒന്ന് വായിച്ചു തന്നെ മനസ്സിലാക്കാം. ഹുക്കുമു റാഫിളത്തി ഫി ദിയാറിൽ ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ റാഫിലികളോടുള്ള നിലപാട്. ചോദ്യം: ലദൈന ബഅദു ത്വലബത്തി യുൻകിറൂന അന്നഹും മിന റാഫിളത്തി അവി ഷിയഅത്തി, ഞങ്ങളുടെ അടുത്ത് ചില വിദ്യാർത്ഥികൾ അവർ റാഫിലികളിലോ ഷിയകളിലോ പെട്ടവരാണ് എന്ന കാര്യം നിഷേധിക്കുന്നുണ്ട്. മഅ അന്ന ബഅദഹും നജറാനിയുൻ, അവരിൽ നിന്നുള്ള ചിലർ അവർ നജറാനിൽ നിന്നുള്ളവരായിരിക്കെ, വൽ ആഖറു യുഖാലു ലഹു അൽ ഹിലാലിയു, മറ്റേ കൂട്ടരെ അൽ ഹിലാലി എന്ന് വിളിക്കപ്പെടുന്നത്. ഫഹൽ നഖുദു ബിലാഹിരി ഹദീസിഹിം, അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുടെ വാക്കുകളുടെ ബാഹ്യാർത്ഥം നാം സ്വീകരിക്കേണ്ടതുണ്ടോ? അന്നഹും ലൈസു മിന ഷിയഅത്തി, അവർ ഷിയാക്കളിൽപ്പെട്ടവരല്ല എന്ന ആ ബാഹ്യാർത്ഥം നാം സ്വീകരിക്കേണ്ടതുണ്ടോ? കൈഫ നതഹഖഖു മിൻ അന്നഹും മുതബദ്ദിഊന മിൻ ഹാദൽ മദ്ഹബി, ഈ മതവിഭാഗത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നവരാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ സാധിക്കും? അൽ ജവാബു, അതിനുള്ള ഉത്തരം: നഹ്നു ദക്കർന മിറാറൻ അന്ന റാഫിളത അവി ഷിയഅത, റാഫിലികളെയോ ഷിയാക്കളെയോ സംബന്ധിച്ച് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇൻദന ഔ ഫി ദാരിൽ ഇസ്ലാമി, ഞങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലോ ലഹും ഹുക്കുമുൽ മുനാഫിഖീൻ, അവർക്ക് മുനാഫിക്കുകളുടെ വിധിയാണ് ഉള്ളത്. യഅനി, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഖ്ബലു മിൻഹും ളാഹിറുഹും, അവരിൽ നിന്ന് അവരുടെ ബാഹ്യാവസ്ഥ സ്വീകരിക്കപ്പെടും. ഫതൂക്കലു സറായിറുഹും ഇലല്ലാഹി അസ്സ വജല്ല, അവരുടെ ആന്തരിക കാര്യങ്ങൾ, അവരുടെ ഉള്ളറകൾ അത് അള്ളാഹുവിലേക്കാണ് ഏൽപ്പിക്കപ്പെടുന്നത്. വമൻ അൽഹറ മിൻഹും ബിദഅത്തൻ, അവരിൽ ആരെങ്കിലും ഒരു ബിദഅത്ത് പ്രകടമായി ചെയ്താൽ ഫയുഅമലു അലാ അന്നഹു മുബ്തദിഉൻ ഇദാ അൽഹറ ബിദഅത്തുഹു, അവൻ തൻ്റെ ബിദഅത്ത് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവനെ ഒരു ബിദഅത്തുകാരനായിട്ട് പരിഗണിക്കും. യഅനി, അതായത് ലാ നുആമിലുഹു ബിസ്മിഹി ഇബ്തിദാഅൻ, ആരംഭത്തിൽ തന്നെ അവൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവനോട് ഇടപെടുകയില്ല. ഔ നഅരിഫു ബലദഹു, അല്ലെങ്കിൽ അവൻ്റെ നാട് നമുക്കറിയാം എന്നതുകൊണ്ടോ ഫനുആമിലുഹു അലാ അസാസി അന്നഹു റാഫിലിയുൻ ഔ ഷിയഇയുൻ ഇബ്തിദാഅൻ, അപ്പോൾ തുടക്കത്തിൽ തന്നെ അവൻ റാഫിലിയോ ഷിയയോ ആണെന്ന അടിസ്ഥാനത്തിൽ നാം അവനോട് ഇടപെടുകയില്ല. ലാ ബൽ ലഹും ഹുക്കുമുൽ മുനാഫിഖ്, അങ്ങനെയല്ല, മറിച്ച് അവർക്കുള്ളത് മുനാഫിക്കിൻ്റെ വിധിയാണ്. യഅനി
അതായത് യുഅമലു ളാഹിറൻ മുആമലത്തൽ മുസ്ലിമിൽ ആദി, ബാഹ്യമായി അവനോടൊരു സാധാരണ മുസ്ലിമിനോടുള്ള രീതിയിൽ ഇടപെടും. ഫൈൻ അൽഹറ ലക ബിദ്അത്തൻ, അവൻ നിന്റെ മുമ്പിൽ ഒരു ബിദ്അത്ത് പ്രകടിപ്പിച്ചാൽ, ഔ സറഹ ബി അന്നഹു തബഉൻ ലിഹാദൽ മദ്ഹബി, അല്ലെങ്കിൽ അവൻ ഈ മതവിഭാഗത്തിൻ്റെ അനുയായിയാണെന്ന് തുറന്നു പറഞ്ഞാൽ, ഫഇന്നക തുആമിലുഹു അലാ അന്നഹു മിൻ അഹ്ലി ഹാദിഹിൽ ഫിഅത്തി ഔ തിൽക നഹ്ലത്തി, അപ്പോൾ അവൻ ഈ വിഭാഗത്തിലോ അല്ലെങ്കിൽ ആ മതസമൂഹത്തിലോ പെട്ടവനാണ് എന്ന് കരുതി നീ അവനോട് ഇടപെടണം. മാ സിഹത്തു മാ യുൻസബു ലിശൈഖി അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് മിൻ അന്നഹു യുകഫിറു റവാഫിദ ഫി ബിലാദിന, നമ്മുടെ നാട്ടിൽ അതായത് സൗദി അറേബ്യയിൽ റാഫിദുകളായ മുഴുവൻ ആളുകളും കാഫിറാണ് എന്ന് ഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് വിധിച്ചു എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിലേക്ക് അങ്ങനെ ചേർത്ത് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നാണ് മറ്റൊരു ചോദ്യം. അൽ ജവാബ്, അതിനുള്ള മറുപടി, ആ റവാഫിദു അസ്നാഫുൻ തവായിഫു, റാഫിലുകളിൽ പല വിഭാഗങ്ങളുമുണ്ട്. ഫറാഫിദത്തുൽ ഇമാമിയത്തുൽ ഉലാത്തുൽ ലദീന യുറഫൂനൽ യൗമ ബിഹാദൽ മദ്ഹബി, ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന അതിരുവിട്ട ഇമാമിയ റാഫിലുകളുടെ മദ്ഹബിലൂടെ അറിയപ്പെടുന്നവരെ പോലെ, മിൻ ഹൈസുൽ ഉമൂമു യുകഫറൂന, പൊതുവായിട്ട് അവർ കാഫിറാണ് എന്ന് വിധിക്കപ്പെട്ട വിഭാഗമാണ്. ലി അന്നഹും യഅ്തഖിദൂന അന്ന അഇമ്മത്തഹും ആലിഹത്തുൻ, കാരണം അവരുടെ ഇമാമുമാർ ആരാധ്യന്മാരാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. യുദ്ഊന, അവരോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വയുർജൗന വയഅ്തഖിദൂന ജവാസൻ മുനാദാത്തിൻ അലിയിൻ, അവരോട് അതായത് അവരുടെ ഇമാമുമാരോട് പ്രതീക്ഷ അർപ്പിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനോട് തേടുന്നത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അൽ ഇസ്തിഗാസത്തി ബിഹി റളിയല്ലാഹു അൻഹു, അവരോട് അതായത് അലി റളിയല്ലാഹു അൻഹുവിനോട് സഹായം തേടുന്നതും അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വ മുനാദാത്തിൽ അയിമ്മത്തി, അവരുടെ ഇമാമുമാരോട് അവർ വിളിച്ചു തേടുകയും ചെയ്യുന്നുണ്ട്. വലഹും മുഅ്തഖദാത്തുൻ കസീറത്തുൻ, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങളുണ്ട്. ബിഹാ നഖൂലു മൻ ഇഅ്തിഖദ ദാലികൽ ഇഅ്തിഖാദ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതുപോലെയുള്ള വിശ്വാസം ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ, അക്കാരണം കൊണ്ട് അവൻ കാഫിറാണ്, അവൻ അവിശ്വാസിയാണ്. ഹാദാ മിൻ ജിഹത്തിൽ ജിൻസി, ഇത് ഈ ഒരു സാമാന്യ വിഭാഗത്തെക്കുറിച്ചാണ്, അതായത് ഇമാമി റാഫിലിയാക്കളെ കുറിച്ചാണ്. ലാക്കിൻ മിൻ ജിഹത്തിൽ മുഅയ്യനി ഫി ദാരിൽ ഇസ്ലാമി മാ യുഹ്കമു അലൽ മുഅയ്യനി മിൻഹും ബിൽ കുഫ്രി, എന്നാൽ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഒരു കാഫിറായി നിർണയിച്ച് വിധിക്കാവുന്നതല്ല. ബൽ യുഹ്കമു അലൈഹി ബിവാഹിരിഹി, മറിച്ച് അവൻ്റെ ബാഹ്യമായ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവനിൽ വിധി പറയേണ്ടത്. മിസ്ല മാ ദക്കർതു ലക്കും, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ. യുഹ്കമു അലൈഹി വാഹിറൻ ബിൽ ഇസ്ലാമി, ബാഹ്യമായ നിലക്ക് അവനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്. വ തൂക്കലു സറായിറുഹും ഇലല്ലാഹി അസ്സ വജല്ല, ആന്തരികമായ അവരുടെ ഉള്ളറകൾ അത് അള്ളാഹുവിലേക്കാണ് ഏൽപ്പിക്കപ്പെടുന്നത്. ഫമൻ അൽഹറ മിൻഹും മിനൽ മുഅയ്യനീന ബിദ്അത്തൻ, അതുകൊണ്ട് അവരിൽ ആരെങ്കിലും ഒരു ബിദ്അത്തായ കാര്യം പ്രകടമായി ചെയ്താൽ ഹുക്കിമ അലൈഹി ബിൽ ബിദ്അ, അവനെ ബിദ്അത്തുകാരനായി അവിടെ വിധിക്കപ്പെടും. മൻ അൽഹറ മിനൽ മുഅയ്യനീന ഷിർക്കൻ, ആ വ്യക്തികളിൽ ആരെങ്കിലും ഷിർക്കായ കാര്യം പ്രകടിപ്പിച്ചാൽ ഹുക്കിമ അലൈഹി ബിഷിർക്ക്, അവനെ ഷിർക്ക് ചെയ്യുന്നവനായി വിധിക്കപ്പെടും. മൻ അൽഹറ റിദ്ദത്തൻ ഹുക്കിമ അലൈഹി ബിർ റിദ്ദത്തി വഹകദ, ഇനി ആരെങ്കിലും റിദ്ദത്ത് പ്രകടിപ്പിച്ചാൽ, അതായത് പ്രകടമായി മതഭ്രഷ്ടനാകുന്ന കാര്യം ചെയ്താൽ അവനെ മതഭ്രഷ്ടനായി വിധിക്കപ്പെടും. അപ്രകാരമാണ് എല്ലാം. വലാ തുഖദു അത്വാഇഫതു ബി ഫിഅലിൽ വാഹിദി ഫി ദാരിൽ ഇസ്ലാം, ഇസ്ലാമിക സമൂഹത്തിൽ ഒരാളുടെ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുഴുവൻ വിഭാഗത്തെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. വഹാദാ അല്ലദി അമിലഹുൽ ഉലമാഉ വൽ ഖുദാതു ഫി അസ്മിനത്തിൽ വിലായത്തിൽ ഇസ്ലാമിയ, ഇതാണ് ഇസ്ലാമിക ഭരണകാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാരും ഖാദിമാരും പ്രവർത്തിച്ചു വന്ന രീതി. മിൻ വിലായത്തിൽ അബ്ബാസിയീന
വ ഖബ്ലഹുമുൽ ഉമവിയൂന വമാ ബഅദഹും ഇല സമാനിന. അബ്ബാസിയ ഭരണകാലം മുതൽ അതിനു മുമ്പ് ഉമവി ഭരണകൂടവും അവർക്ക് ശേഷം വന്നവരും നമ്മുടെ ഈ കാലത്തുള്ളവരുമൊക്കെ ഈ ഒരു രീതിയാണ് പിൻപറ്റി വന്നിട്ടുള്ളത്. ഹാദാ മിൻ ജിഹത്തിൽ ഫിആത്തി അല്ലത്തി യുഹ്കമു അലൈഹാ ബിഅന്നഹാ കാഫിറത്തുൻ കഅഖീദത്തിൻ ആമ്മത്തിൻ ലിഫിയത്തിൻ ഇദാ ഉതിയ അലൽ മുഅയ്യനി. ഒരു വിഭാഗത്തിൻ്റെ പൊതുവായ വിശ്വാസ പ്രമാണത്തെ അടിസ്ഥാനമാക്കി ആ ഒരു വിഭാഗം അവിശ്വാസികളാണ് എന്ന് വിധിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മുഅയ്യനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ലാ യുആമലൂന ഖതാഇഫത്തിൻ ബിഅന്നഹും മുനാഫിഖൂൻ, ഈ വിഭാഗത്തിൻ്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടമായി മുനാഫിക്കുകളായി പരിഗണിക്കാൻ പറ്റുകയില്ല. വയുഖാലു, പകരം പറയപ്പെടുക, അത്വാഇഫത്തു ഹാദിഹി ഹുക്മുഹാ കദാ വലാകിനിൽ മുഅയ്യനു യുആമലു അലൽ ഇസ്ലാമി ളാഹിറൻ. ആ വ്യക്തിയിൽ നിന്ന് അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രകടമാകുന്നത് വരെ അയാളെ ബാഹ്യമായി ഒരു മുസ്ലിമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഹത്താ യൽഹറ മിൻഹു മാ യുഖാലിഫു ദാലിക്കൽ അസ്ല, അവനിൽ നിന്ന് ആ ഇസ്ലാമികമായ അടിസ്ഥാനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രകടമാകുന്നത് വരെ ആ വ്യക്തിയെ ബാഹ്യമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിഗണിക്കപ്പെടും. ഫി റിയാലി മഅറൂഫും ഫി സമനി അയിമ്മത്തി ദഅവത്തി വൽ മശായിഖി ഇല വഖ്തിന ഹാദ. റിയാദിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഇമാമുമാരുടെയും ഷേഖുമാരുടെയും കാലം മുതൽ നമ്മുടെ ഈ ഒരു സമയം വരെ അറിയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇത്. മഅറൂഫുൻ അന്നല്ലദീന യബീഊന ദഹബ ഹും മിന റാഫിലത്തി. ഇത് അറിയപ്പെട്ടതാണ്, സ്വർണം കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ റാഫിലുകളിൽപ്പെട്ടവരാണ്. വബഅദുഹും മിൻ ഷിയത്തിൽ ഖതീഫി, അവരിൽ ചിലർ ഖതീഫിലെ ഷിയാക്കളിൽപ്പെട്ടവരാണ്. അഥവാ സൗദി അറേബ്യയിലെ ദമ്മാമിനടുത്തുള്ള ഖതീഫ് എന്ന പ്രദേശത്തുള്ള ഷിയാക്കളിൽപ്പെട്ടവരാണ് അവരിൽപ്പെട്ട ചില ആളുകൾ. യഅനി മിൻ റാഫിലത്തിൽ ഖതീഫ്, അതായത് ഖതീഫിലെ റാഫിലുകളിൽപ്പെട്ടവരാണ്. വബഅദുഹും മിനൽ ഹഫൂഫി മിൻ മുബർരിസിൻ ഇല ആഖിരിഹി, അവരിൽ ചിലർ ഹഫൂഫിൽ നിന്നുള്ളവരാണ്, മുബർരിസിൽ നിന്നുള്ളവരാണ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. വകാനു യുസല്ലൂന മഅന്നാസി, അവർ ജനങ്ങളോടൊപ്പം, അതായത് സുന്നികളായ മുസ്ലിങ്ങളോടൊപ്പം നിസ്കരിക്കാറുണ്ടായിരുന്നു. വൈദാ മാതൽ വാഹിദു മിൻഹും സുല്ലിയ അലൈഹി, അവരിൽ ഒരാൾ മരിച്ചാൽ അവൻ്റെ മേൽ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടാറുണ്ട്. ലാകിൻ യജ്തനിബു ശൈഖു ഔ ഇമാമുൽ മസ്ജിദി ഇദാ അറഫ അന്നഹു റാഫിലിയുൻ യജ്തനിബു സ്വലാത്ത അലൈഹി തഅ്സീറൻ ലഹു. എന്നാൽ ആ വ്യക്തി റാഫിലിയാണ് എന്ന് ഉറപ്പുള്ള പക്ഷം അവിടുത്തെ ഷേഖോ അല്ലെങ്കിൽ മസ്ജിദിലെ ഇമാമോ ഒരു തഅ്സീർ എന്ന നിലയിൽ, ഒരു ശിക്ഷയുടെ താക്കീത് എന്ന നിലയിൽ അവൻ്റെ മേൽ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. വലാകിൻ യജഅലുൽ മുസല്ലീന അൽ മുസ്ലിമീന യുസല്ലൂന അലൈഹി, എന്നാൽ മുസ്ലിങ്ങളായ ജനങ്ങളോട് ആ മയ്യത്തിൻ്റെ മേൽ ജനാസ നിസ്കാരം നിർവഹിപ്പിക്കാറുമുണ്ട്. വയുദ്ഫനു ഫി മഖാബിരിൽ മുസ്ലിമീന, അവനെ മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ മറവു ചെയ്യുകയും ചെയ്യും. ഹാദാ അമലു അഇമ്മത്തി ദഅവാത്ത് റഹിമഹുമുല്ലാഹ് മഅഹും, ഇതാണ് മുൻഗാമികളായ അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാർ അവരോട് സ്വീകരിച്ച രീതി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിലപാട്, എത്ര കൃത്യമാണ് സലഫി ഉലമാക്കളുടെ വിശദീകരണങ്ങൾ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ ഉറഞ്ഞുതുള്ളുന്ന ചില ആളുകൾ ഇറാനിനെയും അതുപോലെ തന്നെ ഷിയാക്കളെയുമൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പെടാപാടുപെടുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ കൃത്യമായി ഈ വിഷയത്തിൽ ഇസ്ലാമിക നിലപാട് എന്താണ് എന്ന് അവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കൊന്ന് കേൾക്കാം. ഷിയ വിഭാഗത്തിൽപ്പെടുന്നവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് മാത്രമല്ല, ഷിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ചരിത്രപരമായി ഇസ്ലാമിന് മറക്കാൻ കഴിയില്ല എന്ന് ഊണിലും ഉറക്കത്തിലും വായിൽ വെച്ചിരിക്കുന്ന മൈക്ക് കടിച്ച് തിന്ന് ചവച്ച് തുപ്പി ബഹളം വെക്കുന്ന പ്രഭാഷകർ, അവരുടെ പ്രഭാഷണത്തിലൊന്നും അവർ ഷിയാക്കളെയും ഇസ്ലാമിനെയും ഒക്കെ പറയുമ്പോഴും സൗദി അറേബ്യയുടെ അഖീദയും കിതാബും ഒന്നും പറയാതിരിക്കാൻ വളരെ സവിശേഷമായി ശ്രദ്ധിക്കുന്നുണ്ട്.
നീ ആരെങ്കിലും അത് പറയുന്ന കൂട്ടത്തിൽ സൗദി അറേബ്യയുടെ പേര് പറഞ്ഞാൽ ഈ വേദിയിൽ പുറകിലിരിക്കുന്നവർ പ്രസംഗിക്കുന്ന ആളിനൊരു നുള്ളു കൊടുക്കും, ഒരു ചെറിയ കൊച്ചു പിച്ച്. ആ പിച്ച് കൊച്ചിനകത്ത് പ്രാസംഗികൻ മനസ്സിലാക്കണം അത് അവിടുത്തെ അക്കീദയിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണല്ലോ ഷിയാക്കൾ ഈ ഹജ്ജിനും ഒക്കെ നമ്മുടെ മക്കത്തും മദീനത്തും ഒക്കെ വരുന്നത്. ഇവർക്ക് ഖുറാഫത്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഇഷ്ടപ്പെട്ട വിഷയമാണ്. എല്ലാവരിലും മണപ്പിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടെത്തി എല്ലാവരെയും അങ്ങ് ഒറ്റപ്പെടുത്തി തങ്ങൾ മാത്രം വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന ആ ഒരു വിശുദ്ധിയുടെ ഒരുതരം മനോനില തകരാറ് ഇവർക്ക് പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ ആദ്യം മണപ്പിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ കൂടുള്ളവരെ മണത്ത് അവരിൽ നിന്ന് മാറി ഏറ്റവും പരമവിശുദ്ധരായി നിലകൊള്ളുന്നത്. സത്യത്തിൽ ഇവർക്ക് അത്രമേൽ സംഗതി ഉണ്ടെങ്കിൽ ഈ ദീനിന് പുറത്തുള്ള ആളുകളെ, നമ്മുടെ ഉമ്മായെയും ഉമ്മാടുമ്മായെയും ഉപ്പുപ്പാടുമ്മായെയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ച ഈ പറയുന്ന ആളുകളെ സൗദി അറേബ്യയിൽ ഹജ്ജിനും മറ്റുമൊക്കെ കയറ്റുന്നതിനെതിരെ ഒരു പ്രസംഗം സൗദി ഭരണകൂടത്തിനെതിരെ നടത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇവർ ചെയ്യൂല. സഹോദരങ്ങളെ, ഇവിടെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ നിലപാടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇതാണ് സലഫി സമൂഹവും നൂറ്റാണ്ടുകളായി മുസ്ലിം ഭരണകൂടങ്ങളും ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതുവായ നിലപാട്. എന്നാൽ അറിവില്ലായ്മയുടെ അങ്ങേ തലത്ത് കുത്തിയിരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ മറുപടി പാസ്സാക്കിയിട്ടുണ്ട് എന്ന് കരുതി അതിൽ അനിൽ മുഹമ്മദ് ആശ്വാസം കൊള്ളുമ്പോൾ പണ്ഡിതന്മാർ ജാഹിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്ഞതയെ 2 ഇനമാക്കി ചർച്ച ചെയ്ത കാര്യമാണ് പ്രത്യേകം ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ജഹല് അഥവാ അജ്ഞത എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഒന്ന് ജഹലു ബസീത്താണ്. അത് സാധാരണ അജ്ഞതയാണ്. ഒരു വ്യക്തിക്ക് ഒരു കാര്യം അറിയില്ല, ആ അറിയില്ല എന്ന് പറയുന്ന കാര്യം അവൻ അറിയുകയും അത് സമ്മതിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് ജഹല് മുറക്കബാണ്. അത് യഥാർത്ഥത്തിൽ ഇരട്ടയായ അജ്ഞതയാണ്. സ്വന്തം തെറ്റിനെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അജ്ഞത. ഇത്തരം അജ്ഞതയുള്ള ആളുകളിൽ നിന്നാണ് ലജ്ജയില്ലാത്ത പല സംസാരങ്ങളും കേൾക്കാൻ സമൂഹം വിധിക്കപ്പെടാറുള്ളത്. ഇവിടെ അനിൽ മുഹമ്മദ് നടത്തിയ ജഹാലത്ത് നിറഞ്ഞ സംസാരങ്ങൾ അത് ഇവിടെ എടുത്തു പറഞ്ഞ ഏത് അജ്ഞതയിൽ ഉൾപ്പെടുമെന്ന കാര്യം നിങ്ങൾ ശ്രോതാക്കൾക്ക് തീരുമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം